എല്ലാവർക്കും റിച്ചസ് ഗാർഡൻ ബ്ലോഗ്സിന്റെ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയിലേക്ക് സ്വാഗതം. ഔഷധ സസ്യങ്ങൾക്ക് വിപണിയിൽ ഇന്നത്തെ കാലത്ത് വലിയ ആവശ്യകതയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ചെറിയൊരു വീട്ടിലെ തോട്ടം പോലും നല്ലൊരു വരുമാന സ്രോതസ്സായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ആയുർവേദ നഴ്സറികളിലേക്ക് അല്ലെങ്കിൽ ഔഷധ നിർമ്മാണ കമ്പനികളിലേക്ക്, ഓൺലൈൻ വിപണി, ഇവിടെയൊക്കെ ആവശ്യക്കാർ ശരിക്കും ഏറെയാണ്. പലർക്കും ഇത് അറിയില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഓരോന്ന് അറിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്നും കരുതിയത്. അപ്പോൾ വീട്ടുവളപ്പിൽ പോലും എളുപ്പത്തിൽ വളർത്തിയിട്ട് ഈ പറഞ്ഞ രീതിയിലൊക്കെ വരുമാനം നേടാൻ കഴിയുന്ന മികച്ച ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടും. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് പ്രാധാന്യമുള്ള ഒരു ഔഷധ വൃക്ഷമാണ് മണിമരുത്. ഇതിന്റെ തൊലിയും ഇലകളും ആയുർവേദ ചികിത്സയിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇത് കണിക്കുന്ന നമ്മുടെ വിഷു ആഘോഷത്തിന് മാത്രമല്ല കണിക്കുന്ന, ശരിക്കും ഔഷധ ഗുണങ്ങളുള്ള ഒരു വൃക്ഷമാണ്. ആയുർവേദത്തിൽ ഇതിന്റെ വിവിധ ഭാഗങ്ങളും ഉപയോഗിച്ചു വരുന്നുണ്ട്. കരിമരത്തിന്റെ തൊലിയൊക്കെ പരമ്പരാഗത ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്നു. ഇനി ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു സസ്യമാണ് നീർമരുത്. ആയുർവേദത്തിൽ ഇതിന് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ഇനി സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അശോകം. ഇതിന്റെ തൊലിയാണ് പ്രധാന ചേരുവ. കുന്തിരിക്കം പിന്നെ അറിയാലോ, മരത്തിൽ നിന്ന് ലഭിക്കുന്ന പശയാണ് സുഗന്ധത്തിനും ഔഷധ ആവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നത്. കൂവളത്തിന്റെ ഇലയും പഴവും വേരും ഒക്കെ ഔഷധം നിറഞ്ഞതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാടൻ ചികിത്സാ രീതിയിൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് പലകപ്പയ്യാനി. ഔഷധ മൂല്യം കാരണം പലരും വളർത്തുന്ന ഒന്നാണ് വെളകുന്നി. നിലപ്പനയുടെ കിഴങ്ങ് ആയുർവേദത്തിൽ ശരീരബലം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഔഷധം. കൊളുംബ്രീനിയം ചില ആയുർവേദ കിടപ്പ് ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്ന ഒരു പ്രധാന മരുന്ന്. നാടൻ ചികിത്സാ രീതിയിൽ ഉപയോഗിച്ചു വരുന്ന ഒരു സസ്യമാണ് മുഞ്ഞ. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഒരു അപൂർവ സസ്യമാണ് കരിങ്കുറിഞ്ഞി. പരമ്പരാഗത ചികിത്സയിലാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത്. ഇനി അയ്യപ്പന മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന ഒരു ഔഷധ സസ്യമായിട്ട് അറിയപ്പെടുന്നു. പേര് പോലെ തന്നെ വാദസംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് വാദം കൊല്ലി. അസ്ഥികളുടെ ആരോഗ്യത്തിന് പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമായി ആയുർവേദത്തിൽ അറിയപ്പെടുന്ന ചെടിയാണ് ചങ്ങലം പരണ്ട. വാണിജ്യ അടിസ്ഥാനത്തിൽ വരെ പേര് കേട്ട ഒന്ന്. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്നതിനാലാണ് ഈ ചെടിക്ക് മുറിക്കൂട്ടി എന്ന പേര്. നീലച്ചായ ഉണ്ടാക്കാനുള്ള ശംഖുപുഷ്പം ഓർമ്മശക്തിക്കും ഏകാഗ്രതയും മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഔഷധ സസ്യം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഏവർക്കും ജനപ്രിയമായ ഔഷധ ചെടി തുളസി. ഇനി ഈ ഒരു ഔഷധ ചെടി ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. എണ്ണ തയ്യാറാക്കാനും എണ്ണ കാച്ചാനും അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലേക്കും മൈലാഞ്ചി ഇടാനും ഒക്കെ ഉപയോഗിക്കുന്ന മൈലാഞ്ചി ചെടി. ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാനും വിശപ്പ് വർദ്ധിപ്പിക്കാനും പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒരു ചെടി ശംഖുപ്പി. സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ദന്തപാല. ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയാണ് ഞരമ്പോടൻ. ഒരു സുഗന്ധമുള്ള ഔഷധ സസ്യമാണ് കച്ചോലം. ദഹനത്തിനും ശ്വാസകോശ ആരോഗ്യത്തിനുമായി ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നു. കുറ്റിച്ചെടിയായി വളരുന്ന കുറ്റിത്തിപ്പല്ലിയും വള്ളിയായി പടരുന്ന വള്ളിത്തിപ്പല്ലിയുമുണ്ട്. ആയുർവേദ മരുന്നുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ചേരുവ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഷുഗർ കുറയ്ക്കുന്ന ഒരു ചെടി ഇൻസുലിൻ ചെടി. ചുമ കുറയുന്നതിന് വേണ്ടി നല്ല ഫലം തരുന്ന ഒരു ആയുർവേദ ചെടി ആടലോടകം. പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ എല്ലാത്തിനും വീട്ടുവൈദ്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്ക. ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വരെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കുന്ന ചെടിയാണ് നമ്മുടെ ബ്രഹ്മി. കറ്റാർവാഴ സോപ്പ്, ജെല്ല്, അതുപോലെ ചർമ്മ സംരക്ഷണത്തിന്, മുടിയുടെ ആരോഗ്യത്തിന്, ദഹനത്തിന്, ഇവയ്ക്കെല്ലാം നന്നായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണ് കറ്റാർവാഴ. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചില ഔഷധ സസ്യങ്ങളും അതിന്റെ വിപണന സാധ്യതകളും നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടു. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.